കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇത് ആക്ച്വലി ഇത് സ്ലൈഡിങ് ടൈപ്പ് ഇങ്ങനെയൊക്കെ വിടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ആവശ്യമുള്ള സമയത്ത് റിമോട്ട് ആവശ്യമുള്ള സമയത്ത് ഇത് ഓപ്പറേറ്റ് ചെയ്യുകയും ഉപയോഗിച്ചാണ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു കാരണം. അല്ലെങ്കിൽ ഇത് വളരെയേറെ ടൈറ്റായിരിക്കും. ഹലോ ഹായ്, ഇന്ന് ഞാൻ ഈ ഓട്ടോമേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്, അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് റൂഫ് ഓട്ടോമേഷനാണ്. റൂഫ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പം വീടുകളിലെ അകത്തെ ഭംഗി അല്ലെങ്കിൽ മോടി കൂട്ടുന്നതിനകത്ത് നമ്മുടെ പൊതുവെ വലിയ വീടുകൾ വെക്കുമ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ആ സാഹചര്യത്തിൽ വീട്ടിൽ പറഗോള പോലുള്ള സംവിധാനം ചെയ്യുമ്പം അകത്ത് വെള്ളം വീഴുകയും ആവശ്യമുള്ളപ്പം വെള്ളം വീഴുകയും അല്ലാത്ത സമയത്ത് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നൊരു സംവിധാനം നമ്മൾ ചെയ്യാറുണ്ട്. അതൊരു ഓട്ടോമേഷൻ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് ഒരു റിമോട്ടിൽ പ്രസ് ചെയ്ത് കഴിയുമ്പം അത് ഓപ്പൺ ക്ലോസ് നമുക്ക് സാധ്യമാവും. അപ്പം മഴയുള്ള സമയത്ത് അത് ക്ലോസ് ചെയ്തിടുകയും മഴയില്ലാത്ത സമയത്ത് ഓപ്പൺ ആക്കിയും വെക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് നാച്ചുറലായിട്ടുള്ള സൺലൈറ്റ് കിട്ടും. കൂടാതെ വെള്ളം അകത്തേക്ക് വീഴുകയും ചെയ്യും. ചെറിയ പറഗോള വെക്കുമ്പോൾ അതിൻ്റെ താഴെ ഒരു ചെറിയ ഗാർഡനൊക്കെ ഒരുപക്ഷെ വെക്കാറുണ്ട് കാഴ്ചയിൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഞങ്ങൾ കോട്ടയത്ത് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റാണ്. അവിടെ നമ്മളൊരു ഓട്ടോമാറ്റിക് റെസിഡൻഷ്യൽ ഷട്ടർ ചെയ്തിട്ടുണ്ട്, GI പെർഫറേറ്റർ ഷട്ടർ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ മോട്ടർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ അവിടെ ഒരു ഓട്ടോമാറ്റിക് റൂഫും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം ആ സൈറ്റിലേക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷം അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ നീളം, വീതി, ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ഗ്ലാസിൻ്റെ കനം, ഓട്ടോമേഷൻ മെത്തേഡ്, ഇതെല്ലാമാണ് വിശദമാക്കി തരുന്നത്. കൂടുതൽ ഇത് ഞാൻ ആ സൈറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു റൂഫ് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതിൻ്റെ മുകളിൽ റൂഫ് ഓട്ടോമേഷനാണ്. അത് നമ്മൾ അതിലേക്ക് വരികയാണ്. കൂടാതെ ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് റെസിഡൻഷ്യൽ ഷട്ടർ ചെയ്തിട്ടുണ്ട്. ആ ഷട്ടറാണ് പുറത്ത് കാണുന്നത്. അത് സുഷിരങ്ങളുള്ളത് ആയതുകൊണ്ടാണ് അത് പുറത്തേക്കുള്ള വ്യൂ കിട്ടുന്നത്. അത് വീടുകൾക്ക് ഉപയോഗിക്കുന്ന റെസിഡൻഷ്യൽ പർപ്പസിനുള്ള ഷട്ടറാണ്. ഇത് പറയുന്നത് GI പെർഫറേറ്റർ പൗഡർ കോട്ടർ ഷട്ടർ എന്നാണ് പറയുന്നത്. ഗ്ലാസുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്ലാസ് ഇട്ടതിന് ശേഷം പുറത്ത് ഷട്ടർ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഈ ഷട്ടർ നിലവിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നിലവിൽ ഇതിൽ 2 പുഷ് ബട്ടൺ ഉണ്ടായിരിക്കും, റിമോട്ട് ഉണ്ടായിരിക്കും. കൂടാതെ ഇതുപോലത്തെ ഒരു കൺട്രോൾ പാൻ ഉണ്ടായിരിക്കും. കൂടാതെ ഈ കാണുന്ന പോലത്തെ ഒരു മാനുവൽ റിലീസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം തിരിച്ചാൽ ഷട്ടർ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യുന്നൊരു സംവിധാനമാണ് ഷട്ടർ വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ വന്നിരിക്കുന്ന ഒരു റൂഫ് ഓട്ടോമേഷനാണ്. ഇതാണ് വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എക്സ്പ്ലനേഷൻ അതിൻ്റെ മേളിൽ നിന്ന് എന്നിട്ട് തരുന്നതായിരിക്കും. ഇത് വർക്ക് ചെയ്യുന്നത് നിലവിൽ ഇവിടെ പുഷ് ബട്ടൺ ഉണ്ട്, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ബട്ടൺ ഉണ്ടാവും. കൂടാതെ ഇതിനുമുണ്ട് 2 റിമോട്ടുകൾ. ഇതാ റൂഫ് ഓട്ടോമേഷൻ നമ്മൾ ചെയ്തിരിക്കുന്ന അത് ഞാൻ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരികയാണ്. ഇതിൻ്റെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ഇഞ്ച് സ്ക്വയർ വരുന്ന പൈപ്പ് ഗേജ് കൂടി ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കി. ആ സ്ട്രക്ചർ നമ്മൾ ഒരു 20 mm വരുന്ന സോൾഡ് ബാറെ കൂടെ ഒരു എല്ലാ ആംഗിൾ കൊടുത്തിട്ട് നമ്മൾ ഓടിച്ചിരിക്കുന്നു. 2 സൈഡിലും സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. 10 mm ഗ്ലാസ്സാണ് നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലാസ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ടഫൻ്റെ ഗ്ലാസ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ കാണുന്ന രീതി. ഇതിപ്പോൾ ഞാനിപ്പോൾ റിമോട്ടിൽ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇത് ആക്ച്വലി ഇത് സ്ലൈഡിങ് ടൈപ്പ് എൻ്റെ സ്ലോ ഡൗൺ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അത് എൻ്റെ ഒരു മോട്ടറിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ വരുന്ന എല്ലാ മോട്ടറിലും അങ്ങനെ ഉണ്ട്, സ്ലോ ഡൗൺ ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി മൂവ് ചെയ്ത് അങ്ങോട്ട് മാറി നിൽക്കുന്നു.
ഇവിടെ നമ്മളൊരു റാക്ക് ആൻഡ് പിനിയൻ വെച്ചിട്ടുള്ള സംവിധാനത്തിലുള്ളൊരു ഓട്ടോമേഷൻ ചെയ്തിരിക്കുകയാണ്. റാക്ക് ആൻഡ് പിനിയൻ അത് നമ്മളിതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിൻ്റെ മേലോട്ട് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഇത് ഇൻവേർട്ടർ വർക്ക് ചെയ്യും, കറണ്ട് ഇല്ലെങ്കിലും ഇത് വർക്ക് ചെയ്യും. കൂടാതെ ഇത് മാനുവലാക്കാനുള്ള ഒരു കീ ഉണ്ട്. ഇത് പിടിച്ചിരിച്ചാൽ കൈകൊണ്ട് തള്ളി മാനുവലാക്കാനും പറ്റും. ഇൻവേർട്ടറിലും വർക്ക് ചെയ്യും. കറണ്ട് ഇല്ലെങ്കിൽ നമുക്കിത് മാനുവലി ഓപ്പറേഷൻ സാധിക്കും. ഇതിന് തൊട്ട് താഴെയാണ് വന്നിരിക്കുന്ന ആ പൂള്. കണ്ടോ, മീനൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മീനൊക്കെ വിടുന്നുണ്ടോ പൂള്. അപ്പോൾ അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സമയത്ത് ഇത് ഓപ്പറേറ്റ് ചെയ്യുകയും അല്ലാത്ത സമയത്ത് ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതാണ് എൻ്റെ രീതി. അത് ഭയങ്കര വെയിലാണ്. അപ്പോൾ ഞാൻ റിമോട്ടായി ഞെക്കി വർക്ക് ചെയ്യിച്ചതാണ്. വർക്ക് ചെയ്യുന്നത് വളരെ സ്മൂത്താണ്. അത്രയും സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ സ്ലോ ഡൗൺ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗേറ്റ് ആണെങ്കിലും സ്ലോ ഡൗൺ ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള ഡബിൾ സൈഡ് ബെയറിംഗ് ഉള്ള ഇമ്പോർട്ടർ വീലുകൾ ഉപയോഗിച്ചാണ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു കാരണം. അല്ലെങ്കിൽ ഇത് വളരെയേറെ ടൈറ്റായിരിക്കും. റിമോട്ടായി ഞാൻ പ്രസ് ചെയ്യാൻ പോവാണ്. ഇത് റിമോട്ട് 2 ബട്ടണുണ്ട്. ഒരെണ്ണം പെഡസ്ട്രനായിട്ട് വർക്ക് ചെയ്യുന്നതും ഇത് പാർഷ്യലി തുറക്കുന്നതും മുഴുവനായിട്ടും തുറക്കാൻ പറ്റും. ഫസ്റ്റ് ബട്ടൺ തന്നെ ഞെക്കി പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ഓപ്പണായി. ഞങ്ങൾ ആക്ച്വലി എൻട്രൻസ് ഓട്ടോമേഷനിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. പലതരത്തിലുള്ള എൻട്രൻസ് ഓട്ടോമേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗേറ്റുകൾ തന്നെ പലതരത്തിലുള്ളത്. അതിൻ്റെ മറ്റൊരു വകഭേദമാണ് ആക്ച്വലി റൂഫ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ റൂഫ് ഓട്ടോമേഷൻ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രില്ല് പോലുള്ളത് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതൊരു കംപ്ലീറ്റ് ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ ലെങ്ത് കൂടെ ഞാൻ വേണേൽ പറയാം. ടേപ്പിങ് എടുത്ത് അപ്പോൾ നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടിപ്പം കുറേയേറെ നാളായി. അറ്റത്ത് പിടിച്ച് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഇവിടെ എടുത്തു. ഇത് ആക്ച്വലി ഇത് വന്നിട്ട് 7 അടി വരുന്ന ഒരു സ്ക്വയർ വരുന്നതാണ് ഇതിൻ്റെ ടോപ്പ് ഓപ്പണിങ് വരുന്നത്. എന്നിട്ട് ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈ രീതിയിൽ അവർ പൊക്കത്തിൽ കട്ടയൊക്കെ കെട്ടി എല്ലാം കറക്റ്റ് ചെയ്ത് ചെയ്യുകയായിരുന്നു. ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്.